Hi friends, welcome to my channel. It's been almost 4 years ഞാൻ എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഇൻ യൂട്യൂബ്. ആൻഡ് എനിക്ക് ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ലൈഫിൽ എത്രത്തോളം ഉണ്ടാവും അന്ന് ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ടുഡേ ഐ ഹാവ് ഗോട്ട് സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ആവന്യൂസ് ഓപ്പൺ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് കോണ്ടന്റ് ക്രിയേഷൻ ജേർണി. ആൻഡ് ഈ വീഡിയോ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഐ എം വെരി പ്രൗഡ് ബിക്കോസ് ഐ നോ ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇൻ കേസ് നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി എ കോൺഫിഡൻസ് ബൂസ്റ്റർ ഫോർ യു. സോ ലെറ്റ് us begin this video with 7 steps how to become a content creator. സ്റ്റെപ്പ് നമ്പർ 1, നമ്മുടെ നീഷ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് കണ്ടെത്തണം. സോ നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, യു ആർ സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ഇറ്റ്. സോ നമ്മൾക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ലെറ്റ് സപ്പോസ് നിങ്ങളൊരു ടീച്ചറാണ് ആൻഡ് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഇഷ്ടമാണ്. സോ യു വിൽ സ്റ്റാർട്ട് കോണ്ടന്റ് ക്രിയേഷൻ അറൗണ്ട് ദാറ്റ്. നൗ ലെറ്റ് സപ്പോസ് നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. സോ ഒബ്വിയസ്ലി യു വിൽ സ്റ്റാർട്ട് കോണ്ടന്റ്സ് റിവോൾവിങ് അറൗണ്ട് കുക്കിംഗ്. സോ അതേപോലെ കുറേ ആൾക്കാർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ എക്സ്പെർട്ടീസ് ഉണ്ടാവും. അത് വെച്ചിട്ട് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി ലെറ്റ് സപ്പോസ് നമ്മളുടെ മൈൻഡിലൊരു ഐഡിയ ഉണ്ട് ആൻഡ് ആ ഐഡിയ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആൾക്കാർ, ആ ഒരു ഓഡിയൻസ് ആരൊക്കെ ആയിരിക്കും. നൗ പേഴ്സണലി ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആകെ ഒരു ഇൻഫർമേഷൻ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ആൻഡ് ദാറ്റ് വാസ് എനിക്ക് യൂട്യൂബ് കാണാൻ നല്ല ഇഷ്ടമാണ് ആൻഡ് ഐ ഓൾസോ വോണ്ട് ടു ഡു ദ സെയിം തിങ്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു വാട്ട് കോണ്ടന്റ് ഷുഡ് ഐ ക്രിയേറ്റ്. സോ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഐ ഡിഡ് സോ മെനി ഡിഫറെൻറ്റ് തിങ്സ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കുക്കിംഗ് വീഡിയോസ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഐ റിയലൈസ് അതിൽ റീച്ച് കിട്ടണില്ല ആൻഡ് ഈവൻ ഐ വാസ് നോട്ട് എൻജോയിങ് ഇറ്റ്. I dropped that idea. Then I started traveling, UAE vlogs related ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഐ റിയലൈസ്ഡ് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ഇൻട്രസ്റ്റ് ഫോർ ദാറ്റ്. സോ ഞാനിവിടെ എലിമിനേഷൻ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഏരിയ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സോ ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് ലൈക്ക് മീ, ഐ വുഡ് സജസ്റ്റ് യു സ്റ്റാർട്ട് വിത്ത് എനിത്തിങ്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ നീഷ് ആൻഡ് ഓഡിയൻസിനെ നിങ്ങൾ തന്നെ കണ്ടെത്തും. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ചൂസ് യുവർ പ്ലാറ്റ്ഫോം. ഇപ്പോൾ കുറേ അധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് വെ യു ക്യാൻ ക്രിയേറ്റ് കോണ്ടന്റ്. നമുക്ക് ട്രഡീഷണലി നമുക്ക് ടെക്സ്റ്റ് ഫോമാറ്റ്സിലാണ് നമുക്ക് ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് എ ബ്ലോഗ്. അതല്ല വിഷ്വൽ ആണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, TikTok and various other platforms are already available. So ഈ ഒരു കോണ്ടന്റ് സ്പേസ് നമുക്ക് ആദ്യം തന്നെ കണ്ടെത്തണം. വി മൈറ്റ് ഹാവ് ആൻ ഐഡിയ ദാറ്റ് നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോംസിലും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് ടു മച്ച് ഓഫ് എ വർക്ക് ടു സ്റ്റാർട്ട് ഓഫ് വിത്ത്. ബട്ട് സ്റ്റിൽ ഇഫ് യു ആർ അപ്പ് ഫോർ ഇറ്റ്, ദാറ്റ് ഈസ് ഓൾസോ ആൻ ഓപ്ഷൻ. നമ്മൾ ഏത് പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്താലും ഫോർ കോണ്ടന്റ് ക്രിയേഷൻ ഇവൻച്വലി നമുക്കൊരു വെബ്സൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് to increase our visibility. So simultaneously ഒരു വെബ്സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ടു ഗിവ് യു മോർ വിസിബിലിറ്റി. എൻ്റെ ഈ വെബ്സൈറ്റ് എൻ്റെ ഒരു മിനി പോർട്ട്ഫോളിയോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ വെനെവർ ഒരു കൊലാബറേഷൻസ് എനിക്ക് വേണ്ടിയിട്ട് വരാണെങ്കിൽ ഐ ഫോർവേഡ് ദിസ് വെബ്സൈറ്റ് ടു ദെം ആൻഡ് അവർക്ക് അതിലൂടെ മനസ്സിലാവാൻ പറ്റും ഞാൻ എന്തൊക്കെ ബ്രാൻഡ്സിൽ കൊലാബറേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് വാട്ട് ഐ ഡു ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ. അനദർ ബെനിഫിറ്റ് ഓഫ് ഹാവിങ് എ വെബ്സൈറ്റ് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഇവൻച്വലി നമ്മൾ കോണ്ടന്റ് ക്രിയേഷനിൽ മാത്രമല്ല ബട്ട് വി മൈറ്റ് എൻഡ് അപ്പ് ഓൾസോ ഹാവിങ് മെർച്ചൻഡൈസ്. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് ക്രിയേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ത്രൂ ബ്ലൂഹോസ്റ്റ്. ബ്ലൂഹോസ്റ്റ് ഒരു ലീഡിംഗ് വെബ് ഹോസ്റ്റിംഗ് സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് ആൻഡ് അതുപോലെ തന്നെ നമ്പർ 1 ഇൻ ടേംസ് ഓഫ് വേർഡ്പ്രസ് സൊല്യൂഷൻ പ്രൊവൈഡർ കൂടിയാണ് ബ്ലൂഹോസ്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു മേക്ക് എ വെബ്സൈറ്റ്. I'll show you how. Bluehost നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലീഡിംഗ് വെബ് ഹോസ്റ്റിംഗ് സൊല്യൂഷൻ കമ്പനിയാണ്. ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഈസി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വേർഡ്പ്രസ് വെബ്സൈറ്റ് ബിൽഡർ ഉണ്ട്. ഇതിൽ നമുക്ക് സെർവർ ലൊക്കേഷൻ ഇന്ത്യ ആസ് ഇൻ ചൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ലോഡ് ടൈം ആണ് ഫോർ സെർവേഴ്സ് ആൻഡ് ഇതിൽ നമുക്ക് ഗൂഗിൾ റാങ്കിങ്ങും ഹൈ ആയിട്ട് നമുക്ക് കിട്ടും. ബ്ലൂഹോസ്റ്റ് വഴി നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് SSL സെക്യൂരിറ്റി ഹോസ്റ്റിംഗ് പാക്കേജ് കിട്ടും. SSL സർട്ടിഫിക്കേഷൻ ഇപ്പോൾ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് മസ്റ്റ് ആണ്, എസ്പെഷ്യലി ഇ കോമേഴ്സ് വെബ്സൈറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് നമുക്ക് ഓഫർ ചെയ്യുന്നത് ഫ്രീ കാഷിംഗ് ആൻഡ് CDN ഫോർ ഓൾ വെബ്സൈറ്റ് സർവീസസ് ഉണ്ട്. ബ്ലൂഹോസ്റ്റ് വഴി നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ SEO ടൂൾസും കിട്ടും, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓർഗാനിക് ട്രാഫിക് കിട്ടാൻ വേണ്ടിയിട്ട്.
നിങ്ങൾ ബിഗിനിങ് ലെവലിലാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ചോയ്സ് പ്ലസ് ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാൻ എടുക്കുക. അത് ഈസി ഓൺ പോക്കറ്റ് ആണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ സേവിങ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 36 മന്ത്സിന് വരെ പ്ലാൻ എടുക്കാൻ പറ്റും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അതിൻ്റെ ഒരു റഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ടു നോ മോർ അബൌട്ട് ഇറ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ആൻഡ് ക്ലിക്ക് ഓൺ ഇറ്റ്. ലെറ്റ്സ് കണ്ടിന്യൂ ദ വീഡിയോ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്ലാൻ യുവർ കോണ്ടന്റ് സ്ട്രാറ്റജി. നൗ ഇവിടെയാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റോമിംഗ് വരുന്നത്. യു ഹാവ് ടു സിറ്റ് ഡൗൺ, മേക്ക് എൻ എക്സൽ ഷീറ്റ് ഓർ എൻ്റെ പോലെ ഓൾഡ് സ്കൂൾ ആയിട്ട് നമുക്കൊരു ഡയറിയും പെന്നായിട്ട് ഇരിക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്ത ഒരു ടൂളാണ് ട്യൂബ് ബഡി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള കോണ്ടന്റ്സ് നമുക്ക് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ആർ ഇനീഷ്യൽ ജേർണി. നമ്മൾ ഇനീഷ്യലി നമുക്ക് കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന കോണ്ടന്റ്സ് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത് ടു ഗെയിൻ ബെറ്റർ കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ റീച്ച് ആർ ഗോൾസ് ഫാസ്റ്റർ. വീക്ക്ലി ട്വൈസ് മിനിമം യൂട്യൂബ് കോണ്ടന്റ് ആണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ദ ഫസ്റ്റ് 30 days നിങ്ങൾക്കൊരു കോണ്ടന്റ് പ്ലാൻ ഉണ്ടാക്കണം. ഇഫ് ഇറ്റ്സ് എ ബ്ലോഗ് യു ഹാവ് ടു ഹാവ് ഫസ്റ്റ് 30 days കോണ്ടന്റ്. സോ ഈ റെഗുലർ ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു അപ്ലോഡാണ് നമ്മളുടെ ആൽഗോറിതം വിച്ച് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് us റീച്ച് ടുവേർഡ്സ് ആർ ഗോൾസ്. സോ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇസ് വെരി ക്രിട്ടിക്കൽ, ക്രിയേറ്റിംഗ് എ കോണ്ടന്റ് സ്ട്രാറ്റജി. സ്റ്റെപ്പ് നമ്പർ 4 ഏറ്റവും അധികം എനിക്ക് ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഡെവലപ്പിംഗ് ദ സ്കിൽസ്. Now most of us need not have the idea about cameras, editing tools and how YouTube or any content creation platform works. I was on the same boat 4 years before. Today I can tell you with confidence that നമ്മൾ എന്ത് ടൂൾസ് ആയാലും എക്വിപ്മെന്റ്സ് ആയാലും ഈസിലി പഠിച്ചെടുക്കാൻ പറ്റും. പ്രാക്ടീസ് മേക്സ് us perfect. സോ ഇനീഷ്യലി ഐ വുഡ് സേ ദാറ്റ് നമ്മൾ എല്ലാം ഒരുമിച്ച് പുതിയതായിട്ട് ചെയ്യുന്നേക്കാളും നല്ലത് ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പോവാം. സോ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻ ടേംസ് ഓഫ് ലേണിംഗ് സ്കിൽസ് ഇസ് ദാറ്റ് നമുക്ക് നമ്മുടെ എക്വിപ്മെന്റ്സ് മനസ്സിലാക്കാം. സോ ഒബ്വിയസ്ലി നമ്മളൊരു വിഷ്വൽ മീഡിയത്തിലാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആൻഡ് ഓഡിയോ ഇത് രണ്ടും ഒരു ബെറ്റർ ക്വാളിറ്റിയിൽ തന്നെ വേണം. സോ ഇഫ് യു ആർ യൂസിങ് എ മൊബൈൽ ഫോൺ അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ അത് സസ്റ്റെയിൻ ചെയ്യുള്ളൂ. ബട്ട് ഇവൻച്വലി യു വിൽ ഹാവ് ടു ലേൺ അബൌട്ട് ക്യാമറ എക്വിപ്മെന്റ്സ് ആൻഡ് യു വിൽ ഹാവ് ടു ലേൺ അബൌട്ട് വാട്ട് ആർ ബെറ്റർ ഓഡിയോ എക്വിപ്മെന്റ്സ് ആസ് വെൽ. പക്ഷേ അത് നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് ഇൻകം വന്ന് തുടങ്ങി കഴിയുമ്പോൾ ചെയ്താൽ മതി. ബട്ട് this you will have to do, you will have to learn about those things. In next comes editing tools. So initially free ആയിട്ടുള്ള കുറേ എഡിറ്റിംഗ് ടൂൾസ് അവൈലബിൾ ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വേർ യു ആർ എഡിറ്റിംഗ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഷോർട്ട് ഫോം വീഡിയോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷോർട്ട് അല്ലെങ്കിൽ VN എന്ന ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി യൂട്യൂബിൽ ലോങ് ഫോം കോണ്ടന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. വണ്ടർഷെയർ, ഫിൽമോറ അല്ലെങ്കിൽ മാക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് iMoviesൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യു ക്യാൻ അപ്ഗ്രേഡ് ഇവൻച്വലി ടു എ പ്രീമിയർ പ്രോ ഓർ മേ ബി ഫൈനൽ കട്ട് പ്രോ. സോ ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് ടൂൾസ്. ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് സ്കിൽസ് നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ജോബ് ഇസ് ഡൺ. ബട്ട് ദർ ഇസ് വൺ മോർ തിങ്, ഇത് വളരെ ക്രിട്ടിക്കൽ ആണ്. ദാറ്റ് ഈസ് യുവർ പ്രസന്റേഷൻ സ്കിൽസ്. ഐ വിൽ ടെൽ യു വാട്ട്, എനിക്ക് ക്യാമറയിൽ ഫേസ് ചെയ്യാനായിട്ട് നല്ല ഒരു ഷൈനസ് ഉണ്ടായിരുന്നു. ബട്ട് സംവേ ഡൗൺ ദ ലൈൻ ഐ ആം ഓക്കെ ഇൻ മൈ പബ്ലിക് സ്പീക്കിംഗ്. സോ ഐ തോട്ട് എന്ത് മിസ്റ്റേക്സ് ഉണ്ടാക്കിയാൽ പോലും until and unless I do it, I'll not be able to overcome my fears. So I did that and നിങ്ങൾക്ക് എൻ്റെ ഇനീഷ്യൽ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ഐ ഹാവ് കം എ ലോങ് വേ. കുറേ അധികം എനിക്ക് ചേഞ്ചസും കുറേ അധികം എനിക്ക് ലേണിങ്സും കിട്ടിയിട്ടുണ്ട്. സോ ഡോണ്ട് ബി ഷൈ. നമുക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ നമുക്ക് ഓൺ ഫേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ പോലും യു ക്യാൻ സിംപ്ലി അവോയ്ഡ് ഷോയിങ് യുവർ ഫേസ്. യു ക്യാൻ ഡു വോയിസ് ഓവർ. സോ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൺസ് ദ വീഡിയോ ഈസ് ക്രിയേറ്റഡ് യു ക്യാൻ സിറ്റ് ബാക്ക് ആൻഡ് ഡു ദ വോയിസ് ഓവർ ആൻഡ് ദെൻ അറ്റാച്ച് ഇറ്റ് ടു ദ വീഡിയോ. ഈ ഒരു സ്റ്റെപ്പും കൂടി അവൈലബിൾ ആണ് വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി ഓക്കെ. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് നൗ നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് യു ഹാവ് ക്രിയേറ്റഡ് യുവർ ഫസ്റ്റ് കോണ്ടന്റ്. നിങ്ങൾ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഓർ ബ്ലോഗിലാണെങ്കിലും യു ആർ ഗോയിങ് ടു അപ്ലോഡ് യുവർ കോണ്ടന്റ്. സോ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചില ആൾക്കാർ മേ ബി ഇറ്റ് ക്യാൻ ബി 2 comments, 5 comments, 10 comments, 100 comments. I want you to respond to that audience and അവരുടെ കയ്യില് ഇന്ററാക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ആർ ദ നീഡ്സ്. സോ നമുക്ക് ഇനീഷ്യലി ഐഡിയ ഉണ്ടായിരിക്കില്ല വാട്ട് നെക്സ്റ്റ് വീഡിയോ ടു പ്ലാൻ. ബട്ട് നമ്മുടെ കോമെന്റ്സിൽ തന്നെ അവർ തന്നെ പറയും ദാറ്റ് വി വാണ്ട് ദീസ്
കോണ്ടന്റ്സ്. സോ ആ ഒരു അവരുടെ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ടു ഗോ ഫോർവേഡ് ടു ഇറ്റ്. ആൻഡ് അതർ ദൻ ദാറ്റ് നമ്മുടെ ഈ കോമെന്റ് സെക്ഷനിൽ കോമെന്റ് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും വെൽവിഷേഴ്സ് ആയാലും ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി വിച്ച് യു ആർ ഇവൻച്വലി ഗോയിങ് ടു മേക്ക്. ആൻഡ് ഈ കമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മുടെ സപ്പോർട്ടേഴ്സ് ആൻഡ് ഹൂസ് ഗോയിങ് ടു വാച്ച് ആൻഡ് ഗിവ് us very constructive feedback and idea about your quality of contents. And sixth, second last step of becoming a content creator is promoting your channel. Now, promoting channel various methods and various ways you can do it. സോ ആദ്യത്തെ ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് വേ എന്ന് പറയുന്നത് ഇസ് കൊലാബറേഷൻസ്. സോ നമ്മൾ നമ്മുടെ ഒരു നീഷ് ഏരിയ കണ്ടെത്തിയിട്ടുണ്ട് ആൻഡ് വി നോ ദാറ്റ് ആ സിമിലർ നീഷിൽ വേറൊരു യൂട്യൂബർ ഉണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമർ ഉണ്ട്. യു ക്യാൻ ഷെയർ കോണ്ടന്റ്സ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദേ ക്യാൻ അപ്ലോഡ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് ചാനൽ. അതല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ വെനെവർ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സൈമൾട്ടേനിയസ്ലി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനോടും ഞാൻ എൻ്റെ സ്റ്റോറീസിലായാലും ഞാൻ അപ്ലോഡ് ചെയ്യും that hey, I have uploaded a YouTube video, why don't you go and watch it. So ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ഇന്റർലിങ്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ കോണ്ടന്റ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ ലെറ്റ് സപ്പോസ് യു ഹാവ് റിട്ടൺ ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്, ലെറ്റ് സപ്പോസ് അബൌട്ട് എ റെസിപ്പി. സോ ആ ഒരു ബ്ലോഗിന്റെ ലിങ്ക് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാൻ പറ്റും. സിമിലർലി നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോസിന്റെ താഴെ കോമെന്റ് സെക്ഷനിൽ നമുക്ക് ഇടാൻ പറ്റും, ഹേ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു വാച്ച് my video, I have also made a similar recipe, why don't you go and check it out എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ വീഡിയോസിലും പോയിട്ട് കോമെന്റ്സിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾസോ എ വെരി ഗ്രേറ്റ് വേ ഓഫ് പ്രൊമോട്ടിങ് യുവർ കോണ്ടന്റ്. And final 7th step is stay consistent and never ever give up. It may take time. ഞാൻ പറയുന്ന വെച്ചാൽ ഒരു 6 months നിങ്ങൾ സ്വയം കൊടുക്കുക. മേക്ക് ഷുവർ, ഞാൻ അലി അബ്ദൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബറെ ഞാൻ കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ആൻഡ് ഐ എം റിയലി ഇംപ്രസ്ഡ് ബൈ ദ വേസ് ആൻഡ് മെത്തേഡ്സ് ഹി സേസ്. സോ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ് ദാറ്റ് യു വിൽ ഹാവ് ടു അപ്ലോഡ് ഫസ്റ്റ് 50 വീഡിയോസ്. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയാൻ പോണത്. ഔട്ട് ഓഫ് ദ ഫസ്റ്റ് 50 വീഡിയോസ് മേ ബി 1 or 2 വിൽ ബിക്കം വൈറൽ ആൻഡ് ദാറ്റ്സ് ഹൗ യു വിൽ be able to make a community. So our community ne build cheyan vendittu you will have to have patience. So oru video work cheyyunnilla, second video work cheyyunnilla ennu vicharichittu don't give up. ഒരു മിനിമം 6 months കൊടുക്കുക ആൻഡ് ഡു ഇറ്റ് വിത്ത് ലോട്ട് ഓഫ് ലവ് ആൻഡ് പാഷൻ. സോ ഹിയർ യു ഗോ ഗൈസ്. ഞാൻ ഈ 7 സ്റ്റെപ്സ് ക്രിസ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദീസ് ആർ ദ സ്റ്റെപ്സ് വിച്ച് ഐ ഫോളോഡ് ഇൻ മൈ ജേർണി. ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ പാഷൻ ഫോർ മീ, സൈഡ് ഹോബി ഫോർ മീ. ഇറ്റ് ഇസ് ഗോയിങ് ടു ജനറേറ്റ് ഇൻകം ഫോർ മീ and it is going to give me a lot of opportunities. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ടുഡേ സിൻസ് ഐ ഹാവ് ദാറ്റ് ഇൻഫർമേഷൻ ഐ വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് യു. ഈസി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇൻ വൺ ഓഫ് ദ സ്റ്റെപ്സ്, യു ക്യാൻ feel free to connect with me. Comments le ningalku question ചോദിക്കാൻ പറ്റും, or maybe Instagram, or maybe email me. I'm happy to help you guys. So I hope this video was helpful. Thank you so much for watching. Have a great day ahead.